$3.7 ട്രില്യൺ GDP-യുമായി ലോകത്തിലെ തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഇന്ത്യ. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ ചില പ്രത്യേക സ്റ്റേറ്റുകൾ, അതായത് മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ GDP-യുടെ ഭൂരിഭാഗവും ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ് എന്നീ ചില സംസ്ഥാനങ്ങൾ ഇവരാണ് GDP-യുടെ ഏറ്റവും കുറവ് ജനറേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എക്കണോമിക് പെർഫോമൻസ് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്? ആദ്യം നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നുള്ളതാണ്. ഇതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല, മുംബൈ. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, എക്കണോമിക് ക്യാപിറ്റൽ, ബിസിനസ് ക്യാപിറ്റൽ, എന്റർടൈൻമെന്റ് ക്യാപിറ്റൽ എന്നിവയെല്ലാം മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആക്റ്റീവ് എയർപോർട്ടായ മുംബൈ എയർപോർട്ട് എന്നിവയിൽ തുടങ്ങി 24/7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉറക്കമില്ലാത്ത നഗരമാണ് മുംബൈ. എന്തുകൊണ്ട് ബാംഗ്ലൂർ, തമിഴ്നാടൊന്നും ഇവയിൽ പെടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ജിയോഗ്രഫിക്കലി മുംബൈ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അറേബ്യൻ സീ, ഗൾഫ് റീജിയൻ എന്നീ അഡ്വാൻറ്റേജിലൂടെ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ട്രേഡ് മുംബൈക്ക് സാധ്യമാകുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്റർടൈൻമെന്റ് എന്നിവയ്ക്കെല്ലാം തുടങ്ങി എക്കണോമിക് ഗ്രോത്തിനുള്ള പ്രധാന ഇടമായിട്ട് മുംബൈ മാറാൻ ഇത് പ്രധാന കാരണമാകും. ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ളത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് എക്കണോമി തമിഴ്നാടിനാണ്. ഏറ്റവും അർബനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്ലേസ് ആണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഫാക്ടറികൾ ഉള്ളതും ഏറ്റവും വലിയ എക്സ്പോർട്ട് സൈറ്റും ഇവിടെ തന്നെയാണ്. ഇതിനുള്ള പ്രധാന 2 കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, വ്യവസായങ്ങൾക്ക് അനുകൂലമായ തമിഴ്നാടിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. രണ്ടാമതായിട്ട് ഗവൺമെന്റിന്റെ വാണിജ്യ നയങ്ങൾ. തമിഴ്നാടിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്ന രീതിയിലുള്ള നയങ്ങളാണ് അവിടുത്തെ ഭരണകൂടത്തിനുള്ളത്. അടുത്തതായിട്ട് കർണാടക. ഇന്ത്യയുടെ IT ക്യാപിറ്റലാണ് കർണാടക. കാരണം $53 ബില്യൺ കൂടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം IT എക്സ്പോർട്ട് നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ നിന്നുമാണ്. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഹബ് എന്നുകൂടെ ബാംഗ്ലൂർ അറിയപ്പെടുന്നു. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ നിന്നാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇവിടെ മുന്നേ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ വിഷൻ ആൻഡ് എക്കണോമിക് പോളിസീസ് ആണ്. മുഖ്യമന്ത്രിമാരായ SM കൃഷ്ണയെ പോലുള്ളവർ കർണാടകയുടെ എക്കണോമിക് ഗ്രോത്തിനും അതിലൂടെ IT സെക്ടറിനും വളർച്ചയ്ക്ക് കാരണമാകുന്ന മികവുറ്റ നയങ്ങൾ കൊണ്ടുവന്നു. അടുത്തത് ഗുജറാത്ത് ആണ്. കൂടുതൽ പറയേണ്ടതില്ല, വാണിജ്യ രംഗത്തെ ഗുജറാത്ത് മോഡൽ നമ്മളെല്ലാം കേൾക്കുന്നതാണ്. ഗുജറാത്ത് മോഡലിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പ്രൈവറ്റൈസേഷൻ ആണ്. ഇതിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഗവൺമെന്റിന് ഭീമമായ തുക ചെലവാക്കേണ്ട കാര്യം വരുന്നില്ല. പകരം ഗവൺമെന്റ് പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി നമുക്ക് ലോ ഗ്രോത്ത് GDP സ്റ്റേറ്റുകളായ ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ് എന്നിവരിലേക്ക് വരാം. GDP റേറ്റിൽ മാത്രമല്ല ലോവസ്റ്റ് പെർ ക്യാപിറ്റൽ ഇൻകവുമായി ഇന്ത്യയിലെ തന്നെ പൂറസ്റ്റ് സ്റ്റേറ്റുകളിൽ ഒന്നാണ് ബീഹാർ. തമിഴ്നാടിനെയും ബീഹാറിനെയും തമ്മിൽ കമ്പയർ ചെയ്താൽ 2 സ്റ്റേറ്റുകളിലെയും GDP റേറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതാണ്. മാത്രമല്ല ഈ അകലം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ബീഹാറിലെ പ്രധാന മേഖലകളിലെ അണ്ടർ ഡെവലപ്മെന്റ് ആണ്. ബീഹാർ കൂടുതലായിട്ടും സർവീസ് സെക്ടറിനെയാണ് ആശ്രയിക്കുന്നത്. ബീഹാറിന്റെ കൂടുതൽ GDP-യും ഇവിടെ നിന്ന് തന്നെ ഉള്ളതാണ്. എന്നാൽ അവരുടെ തൊഴിലാളികളിൽ കൂടുതൽ പേരും ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചറൽ മേഖലയിലാണ്. എന്നിരുന്നാലും GDP-യുടെ 26% മാത്രമേ കാർഷിക മേഖലയിൽ നിന്നുള്ളതാണ്. ബീഹാറിന്റെ ലേബർ ഫോഴ്സ്, അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്മെന്റ് എന്നിവയിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലേ ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള മാറ്റം വരികയുള്ളൂ. അടുത്തത് ജാർഖണ്ഡ് ആണ്. ബീഹാറിൽ നിന്ന് 2000 നവംബർ 15 സെപ്പറേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ഏകദേശം 40% കൂടുതൽ മിനറൽ റിസോഴ്സസും ഇവിടെ നിന്നാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയോട് പൊരുതുകയാണ്. ഇതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ അസ്ഥിരതയാണ്. ജാർഖണ്ഡിലെ ഈ നാച്ചുറൽ ഗിഫ്റ്റ് അങ്ങ് കർണാടകയിലോ തമിഴ്നാടിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതിലൂടെ ആ സംസ്ഥാനത്തിനെ തന്നെ അവർ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. സോ അവസാനത്തെ സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ആണ്. മധ്യപ്രദേശിൽ നിന്ന് 2000 നവംബർ 1 വിഭജിക്കപ്പെട്ട സ്റ്റേറ്റ് ആണിത്. ഛത്തീസ്ഗഡിന്റെ ഭൂരിഭാഗവും സ്ഥലവും ഫോറസ്റ്റ് ആണ്. ഇന്ത്യയുടെ റൈസ് ബോൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. മാത്രമല്ല നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നമായ ഈ സ്ഥലം കൽക്കരി ഖനനത്തിന് പേര് കേട്ടതാണ്. ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് കോൾ റിസർവ്, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്നിവയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ GDP റേറ്റ് ഇത്ര കുറവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രധാന കാരണം ഛത്തീസ്ഗഡിലെ 80% ആളുകളും ജീവിക്കുന്നത് കാടിനോടടുത്ത് ചെറിയ ചെറിയ വില്ലേജുകളിലായാണ്. ഗോത്ര സമുദായത്തിൽ ഉൾപ്പെടുന്ന ഈ ജനങ്ങൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതിനു പുറമെ വനപ്രദേശമായതിനാൽ തന്നെ ഇവിടെ കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെല്ലാം കൊണ്ടുവരാനും വളരെ പ്രയാസമാണ്. അതെല്ലാം തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നതും. ഇതിലൂടെ മനസ്സിലാവുന്നത് ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവുമെല്ലാം അവിടുത്തെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, വിഷൻ, സോഷ്യോ എക്കണോമിക് പോളിസി എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നാണ്. സോ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ എക്കണോമിക് പെർഫോമൻസ്, ഡെവലപ്മെന്റ് എന്നിവയെല്ലാം ഏറെ മികച്ചതാണോ, അല്ലെങ്കിൽ ഇനിയും വളരേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.